മലങ്കര ഓർത്തഡോക്സ് ലിറ്റർജിക്ക എന്നുള്ള ആപ്പിൻ്റെ 3 സവിശേഷതകൾ പരിചയപ്പെടുത്തുന്നതിനാണ് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. നമ്മൾ ഒരു ആരാധനയിൽ പങ്കെടുക്കുകയാണ് എന്ന് കരുതുക. ഉദാഹരണത്തിന് വിശുദ്ധ കുർബാന, ഏവൻഗേലിയോൻ ഭാഗം എത്തി. നമ്മൾ ആപ്പ് തുറക്കുന്നു, കൂദാശകൾ എടുക്കുന്നു, വിശുദ്ധ കുർബാന. ഇനി ഏത് ഭാഗത്തേക്ക് പോകണം എന്ന് പുസ്തകമാണെങ്കിൽ പേജ് നമ്പർ നോക്കി പോകാം. ഈ ആപ്പിൽ എന്ത് ചെയ്യും? നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളിൻ്റെ ഫോൺ ഒന്ന് പരിശോധിക്കാം. അദ്ദേഹം ആരാധനയിൽ ഏവൻഗേലിയോൻ ഭാഗത്തെത്തി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഒന്ന് തൊട്ടാൽ ഈ താഴെ ഈ ഭാഗത്തായിട്ട് QR ജനറേറ്റ് QR എന്ന് കാണുന്നു. അവിടെ തൊടുക. അന്നേരം ഒരു QR കോഡ് പൊങ്ങി വന്നു. ഇനിയും നമ്മുടെ ആപ്പിലെ ഈ താഴെ വലതുവശത്തായി കാണുന്ന സ്കാനറിൻ്റെ പടം തൊട്ടാൽ അത് QR കോഡ് വായിച്ചെടുത്ത് നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗത്തേക്ക് നമ്മളെ എത്തിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ സവിശേഷത അല്ലെങ്കിൽ ഫീച്ചർ. ഇനിയുള്ള ഞായറാഴ്ചകളിൽ ഓരോ വ്യത്യസ്ത അത്ഭുതങ്ങളെ ഓർക്കുന്ന ഞായറാഴ്ചകളാണല്ലോ. അതിനനുസൃതമായിട്ടുള്ള ഗാനങ്ങളാണ് ഏവൻഗേലിയോന് ശേഷമുള്ളത്. ഈ ആപ്പിൽ സഭാ പഞ്ചാംഗം ഉപയോഗിച്ച് അടുത്തു വരുന്ന ഞായറാഴ്ചത്തെ ഗാനം ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കുന്ന രീതി ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ശനിയാഴ്ചയാണ് കുർബാന ചൊല്ലുന്നത് എങ്കിൽ, അല്ല ഈ പാട്ട് പാടാൻ അറിയാവുന്നവർ ഇല്ല എങ്കിൽ പഴയ പാട്ട് പാടണമെങ്കിൽ അതും പൊതുവിലുള്ള ഗീതത്തിൽ ലഭ്യമാണ്. ഇനിയും പ്രത്യേകമായി ഓർമ്മ കുർബാനയാണ് നടത്തുന്നത് എങ്കിൽ വാങ്ങിപ്പോയവരുടെ പാട്ട് പാടണമെങ്കിൽ അതിനും ഇവിടെ തന്നെ അവസരം ഒരുക്കിയിരിക്കുന്നു. ഇനി കാണിക്കാൻ പോകുന്ന മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, നമുക്ക് ചില ഗാനങ്ങൾക്ക് പകരമായി 3ഉം 4ഉം സാധ്യതകൾ ഉണ്ടല്ലോ. ഉദാഹരണത്തിന് കുക്കിലിയോൻ. നമുക്ക് കുക്കിലിയോൻ നോക്കാം. നിന്നാൾ സ്തുതിയോട് മാതാവിൻ്റെ വിശുദ്ധ കുക്കിലിയോന് ശേഷം കുക്കിലിയോനിൽ ഭക്തർ പുകഴ്ച ഭാജനമേയ്ക്ക് ശേഷം 4 പാട്ട് ചോയ്സുകളുണ്ട്. ഒന്നാമത്തെ ഗാനം, രണ്ടാമത്തെ ഗാനം, മൂന്നാമത്തെ ഗാനം, നാലാമത്തെ ഗാനം. ഇങ്ങനെ വ്യത്യസ്തമായ ഗാനങ്ങൾ അടുത്തടുത്ത് തന്നെ ലഭ്യമാകത്തക്ക രീതിയിലും ഈ ആപ്ലിക്കേഷനിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഈ സൗകര്യങ്ങളെല്ലാം മറ്റ് ആപ്ലിക്കേഷനുകളിൽ ഇതുവരെ കണ്ടിട്ടില്ല. PDF-ൽ ഇതൊന്നും സാധ്യമല്ല. കൂടുതൽ സവിശേഷതകൾ ഇനിയൊരു വീഡിയോയിൽ പരിചയപ്പെടുത്താം. താങ്ക് യു.